കേറിയേച്ച് പോവാക്ക. രാത്രി വരാൻ ചെല്ലമ്മ. എനിക്ക് ഇച്ചിരി ചൂടുള്ള തിന്നേലൊക്കെ ഒന്ന് പിടിക്കണം. ഞാൻ പോട്ട്. നെല്ല് കാർത്തിയേക്കാ. കേറിയേച്ചും പോവാം. നല്ല പഴുത്ത ചക്ക ഇരിപ്പുണ്ട്. എന്നാ 2 ചോള തിന്നേച്ച് പോവാ. നല്ലപോലെ മണക്കണല്ലേ അല്ലമ്മ? അയ്യോ, ചതിച്ചല്ല വല്യക്ക. സാമദ്രോഹികള് പല കുത്തി തുറന്ന് കക്കാൻ തുടങ്ങി. എങ്ങനെ പൊറുക്കും എന്റെ വെള്ളായിനി ഭഗവതി? അയ്യോ, പശു കയറിയതാണ് അക്ക. ആ ഊരുതണ്ടലൊക്കെ കഴിഞ്ഞു വന്ന. എടാ കൊച്ചുരാമ, നീ എവിടെ പോയിരുന്നു? ഏതൊരു പശു വന്ന് നാനാവിധമാക്കിയത് കണ്ടില്ലയോ? ഞാൻ കണ്ടതുകൊണ്ട് വാഴ തിന്നണേന് മുമ്പേ പിടിച്ചോണ്ട് പോയി. അതിയായ അങ്ങനത്തെ ഒരു പശുവായിരുന്നു. ഏത് അങ്ങത്തേരാനും വേണ്ടൂല, അതിന് ഞാൻ ഇന്ന് കൊല്ലും. ഇത് കണ്ടില്ലയോ കാർത്തിയക്ക? ഇത് കണ്ട പൊറുക്കുമോ? നീയും നിന്റെ അങ്ങത്തെ. അവനെ എന്തിനു പറയുന്നു? അവൻ ഏതു നേരവും കാവലിരിക്കാൻ പറ്റുമോടി ചെല്ലമ്മ? ഒരു നേരം ഒന്നും കുടിച്ചില്ലെങ്കിലും കേറി കിടക്കണ കൂരയ്ക്ക് ഒരു യഥമൊക്കെ വേണം. ഒരു 4 ഉരുള മണ്ണോട് ഉരുട്ടി വെച്ച് ഒരടപ്പും തുറപ്പും ഒക്കെ ഉണ്ടാക്കണം. ഇല്ലെങ്കിൽ പശുവും കയറും, കള്ളനും കയറും. എന്ത് നല്ല ചക്കയായിരുന്നു. ആ പോയത് പോയി. എടാ കൊച്ചുരാമ, എന്റെ അവിടെ മെടഞ്ഞ ഓല ഇരിപ്പുണ്ട്. നീ പോയി 2 മണം എടുത്തുകൊണ്ട് വന്ന് ഇതൊന്ന് കുത്തി മറയ്ക്കും. ശരി. അവനൊരു പാവമാടി ചെല്ലമ്മ. ആരോരും ഇല്ലാത്ത ചെറുക്കൻ. കൂടെ ഇവിടെ ഓടി വരുന്നത് നിനക്കൊരു സഹായം തന്നെയല്ലേ? 2 ദിവസം ചന്തയ്ക്ക് പോയില്ലെങ്കിന് വേണ്ടില്ല. അക്കം പറഞ്ഞതുപോലെ 2 ഉരുള മണ്ണ് വെച്ച് ഇത് പൊക്കിയിട്ടേ ഇനിമേ കാര്യം. എന്താണ് കൊച്ചുരാമ വായും തുറന്നോട് നോക്കിക്കൊണ്ടിരിക്കുന്നത്? ആ, നിനക്ക് അങ്ങേത്തോടെ വീട്ടിൽ പോകാറെങ്കിൽ പോയിക്കോ. കുറെ കഴിഞ്ഞിട്ട് പോയാലും മതി. ആഹാ, ഞാൻ എഴുതിട്ട് പോയപ്പോഴാ നീ പണി തുടങ്ങിയല്ല. നീ ഇന്ന് ചന്ത വരണില്ലടി? വരണക്ക. 2 ഉരുള മണ്ണൂടെ വെച്ചോട്ടെ. ആ, കാർത്തികിനും അമ്മൂക്കിനും വരുന്നു. എന്തടി കാർത്തി, പോകാൻ നേരമായി പോയോ? അമ്മൂക്കനാ ദുരുശം. വല്ലവളും വീട് വയ്ക്കുന്നതിന് എനിക്കൊന്നൊരു വിരുദം. എങ്കിൽ നിങ്ങൾ പോകും, ഞങ്ങള് പിന്നെ വരാം. ഒരാള് തന്നെ പണിയെടുത്ത ഇതെപ്പ തീരാനാ? അക്കൻ കൂടെ നിന്നാ ഒരു ഉജാറൊക്കെ ഉണ്ട്. എന്നാ ഞാനും പിന്നെ വരാം അമ്മൂക്ക. അയ്യോ അയ്യോ അമ്മൂക്ക, പോലെ ഒടിച്ച പട്ട പാടും. അങ്ങോട്ട് മാറിഞ്ഞില്ലേ? എന്റെ അമ്മേനെ ചുടലത്തിങ്ങല്ലയോ? ഞാൻ തൊട്ടാൽ ഇതങ്ങ് കരിയല്ലോ. അതെ, ഞാനങ്ങ് പോവുക. ഓടി ശവം. അല്ലെങ്കിൽ അവളൊരു അദൂഷക്കാരിയാ. അറിയാതെ കൊല്ലം എത്ര കഴിഞ്ഞു. ചുടലത്തങ്ങ് വലുതായത് കണ്ട. ഇന്നലെ കഴിഞ്ഞ പോലല്ലേ തോന്നണം. പേരുദോഷം വരാതെ നോക്കിക്കോണേ അക്കാന്നും പറഞ്ഞു എന്റെ മടിയിൽ കിടന്നിട്ടല്ലേ കണ്ണടച്ചത്. ഓർമ്മയുണ്ടോടി ചെല്ലമ്മ നിനക്ക്? എന്നിട്ട് ഇതുവരെ പേരുദോഷം കേൾപ്പിച്ചില്ലല്ലോ. പേരുദോഷം കേൾപ്പിച്ചാ മണ്ണെണ്ണ ഒഴിച്ച് ചുട്ടുകളയല്ലോ. നീ രാത്രി തനിച്ചാ ഇവിടെ നിന്ന് ഓർത്തല്ലേ മനസ്സിനൊരു സമാധാനമില്ല. അതല്ലേടി മൂന്തിയാകുമ്പോ ഞാനിങ്ങ് ഓടിയെത്തണത്. പേര് തന്നെയൊക്കെ ചന്ത പലരും ആദ്യം വിചാരിച്ചിരുന്നത് പള്ളിയൊക്കെ മോളാ ചെല്ലമ്മേന്നില്ലയോ? ഇന്നിനി മതിയക്ക, നേരെ ഒരുപാടായല്ലേ? പേര് തന്നെ. ആ ചെല്ലമ്മ, കുന്നമ്പാറ വിളയിലായിരുന്നു മരച്ചീനി വീഴുന്നത്. എന്നാ മതിയാക്കാൻ ചെല്ലമ്മ. ചെല്ലമ്മ, ലോണ്ടെ അധികാരി അങ്ങത്തെ വരുന്നു. ഓ, ഇങ്ങനൊരു ഉപദ്രവം. ചെല്ലമ്മ, ഏതങ്ങത്തെ? അപ്പൊ അതുപോലെ നിനക്ക് അറിഞ്ഞൂടല്ലേ? ഇല്ല. നിന്റെ ഈ കുടിലിരിക്കുന്ന സ്ഥലം ആരുടെ വകയാണെന്ന് നിനക്കറിയാം? അങ്ങത്തേടെ. എന്നിട്ട് ഒരു വാക്ക് പോലും ചോദിക്കാതെ നീ എന്തിനാണ് ഈ തോന്നിയാസം കാണിച്ചത്? 4 ഉരുള മണ്ണ് വെച്ച് പോക്കുന്നതിൽ എന്തിനങ്ങത്തെ തോന്നിയാസം? അപ്പോ നിന്റെ ഇഷ്ടം പോലെ എന്റെ വസ്തു ഇനി എന്തും ചെയ്യും അല്ലേടി? വീട് എന്റേതല്ലേ അങ്ങത്തെ? അവിടെ ഒരു അവകാശം എല്ലാം ഇടിച്ചു നിരത്തി വാഴ വെക്കും ഞാൻ. വാഴ
നീ വലിയ ആളൊന്നും ആവണ്ട കേട്ടോ. ഒന്ന് ചുമ്മാതിരിക്കണം അങ്ങത്തെ. അങ്ങത്തേക്ക് ആള് തെറ്റിപ്പോയി. ചെല്ലമ്മ. അല്ല നോക്കണക്ക, കള്ളപ്രമാണം ചമച്ച് ഞങ്ങളുടെ വസ്തു അപകരിച്ചെടുത്തതും പോരാ. അക്കം കേട്ടില്ല ഇയാളുടെ വർത്തമാനം. എന്നാലും നീ അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി ഇങ്ങനെയൊക്കെ പറയാമോ? അയാൾ പോയ പോക്ക് കണ്ടില്ല നീ? എന്തെങ്കിലും കിസുമ്പത്ത് ഉണ്ടാക്കും അയാള്. ഇനി എന്തിനു ചെയ്യാനാ? നമുക്ക് മേസ്തിരിയോട് കൊടുക്കുന്നു പറയാം. പള്ളിയൊക്കെ പോണം. അയാൾ കൂര വലിച്ചു പൊളിക്കുന്നെങ്കിൽ പൊളിക്കട്ടെ, അപ്പ കാണാം. ഞങ്ങൾക്ക് മറ്റാരുടെ ഒരു തുണയില്ലെന്ന് അറിയാമല്ലോ, അതുകൊണ്ട് വേഗം വന്നാ. അതല്ലേ പറഞ്ഞത് പോകാൻ. അങ്ങനെ ആരും ആരുടെ കൂരയൊന്നും വലിച്ചു പൊളിക്കാൻ പോണില്ല. ആ കാലമൊക്കെ കഴിഞ്ഞു പോയി. അത് അയാൾക്ക് അറിയാൻ ചെയ്യാം, അല്ലെങ്കിൽ അറിയിക്കാം. പോരെ? എന്നാ പോണം. വാക്കാ പോ. കൈയിട്. വെള്ളം ഉണ്ടാക്കരുത്. ഓരോരുത്തരായിട്ട്. ആലപ്പുറ വന്നല്ല. നിങ്ങൾ തൂക്കണമെങ്കിൽ തൂക്കി. തുപ്പതെന്ന് പടി നിർത്തി തൂക്കി. നീ ചുമ്മാ ആയിരിക്കല്ല, നിന്റെ വട്ടി അല്ലല്ല. ആരുടെ വട്ടിയായാലെന്താ? നിങ്ങൾ പടി നിർത്തി തൂക്കി. ചോര നീരാക്കി കൊണ്ടുവരുന്ന കാശല്ലേ? നോക്കോളെ മതിയാ തൂക്കി. കിഴങ്ങി തൊട്ടുള്ള കളി വേണ്ട. ഇത് കെട്ടിയവന്റെ വകയായിരിക്കും. കെട്ടിയവൻ ചത്തിട്ട് കൊല്ലം എത്രയായി? എങ്ങനെ ചാവാതിരിക്കും? ഈ അലവല്ല ആദ്യം പെമ്പറന്നൊരു വന്നാൽ തന്നെ കച്ചവടം നടക്കും. കായെടുക്കി. തലേഞ്ഞോട്ട് കാണിക്കും. ഇതെന്തൊരു മനുഷ്യരെ, ഒരു അരുട്ട് മാറി നിന്നൂടിയോ? പെണ്ണാ പറഞ്ഞോളൂ മരിച്ചിന് വാങ്ങിക്കണ്ടേ? എല്ലാരും നോക്കിക്കോളി. നീ ചെല്ലമ്മയ്ക്ക് ഞാൻ പക്ഷാഭേദം കാണിച്ചൊന്നും വേണ്ട. സുസൂക്ഷ്മം നോക്കിക്കോളി. പരാതിയും പറഞ്ഞോണ്ട് നടക്കരുത് കേട്ടാ. കടവത്തിന്ന് കവിഞ്ഞ് ഒഴുകണു. ഇന്ന് കച്ചവടം കേമ ആവും. അയ്യോ, ഒരൊടിപ്പി പൊങ്ങണമില്ലല്ലോ. ചെല്ലമ്മ, ഇത് നീ എടുത്തോ. ഇതെന്തിനാണ്? കായിനും പറ്റുമല്ല, ഇത് നീ എടുത്തോ. ഓ, കായിനല്ലയോ? എന്നെനിക്ക് വേണ്ട. അതൊക്കെ പിന്നീട് ഞാൻ മുതലാക്കിക്കോളാം എന്റെ ചെല്ലമ്മ. ഓ, അത് ശരി, പിന്നീട് മുതലാക്കാനാണല്ലേ? അതങ്ങ് വീട്ടിൽ കൊണ്ട് കൊടുത്തേച്ചാ മതി. ഏത് പൊട്ടിക്കാണ് നിങ്ങളുടെയൊക്കെ ചക്കാത്ത്. ചെല്ലമ്മ, നിന്നെ ഞാൻ എടുത്തോളാം. കേരളം എടുത്തങ്ങനെ കളിക്കാൻ പറ്റും വേണ്ട. എന്റെ ഭഗവതി, നീ തന്നെ തൊട. എന്തിനു വേണം? ഇവിടെ എല്ലാവർക്കും ഓരോ ദോശ. അയ്യോ, എനിക്ക് വേണ്ട, എന്റെ കാശില്ല. എനിക്കും വേണ്ട അല്ലമ്മ. ഞാൻ രാവിലെ കുറച്ച് പഴങ്ങഞ്ഞി മറിച്ചിരി കൂടെ കരയ്ക്കുമോ? ഓ, കാശൊക്കെ ഞാൻ കൊടുക്കാം. ഓണറേ, ദോശ വരട്ടെ.
ഓണറേ ചേഞ്ചിന്റെ ഒരു 100 രൂപയ്ക്ക്. ആകപ്പാട് 1.5 പക്കാരിയുടെ കച്ചവടമാണ് എനിക്ക്. ചേഞ്ച് വാങ്ങാൻ കണ്ടൊരു സ്ഥലം. ചെല്ലമ്മയുടെ കയ്യിൽ ഒരുപക്ഷെ കാണുമായിരിക്കും. ആ കണ്ട് കണ്ട് ഇദ്ദേഹത്തിന്റെ കയ്യിൽ 100 ഉലുവായിരിക്കുന്ന കാര്യം. ഇത് എവിടെ നിന്ന് കുത്തിത്തിറന്ന് എടുത്തത് കൊച്ചങ്ങത്തെ? എല്ലാരും കണ്ടല്ല. ഇനി ഇടുപ്പിത്തിറങ്ങിക്കൊണ്ട് നടക്കി. എന്റെ ഭഗവാനെ, ഇവളെ കൊണ്ട് തോറ്റു.